രാഹുൽ മാങ്കൂട്ടത്തിന് ആശ്വാസമായി സെഷൻസ് കോടതി ഉത്തരവ് വന്നിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് രണ്ടാമത്തെ ബലാത്സംഗ പരാതിയിലും മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്പോൾ തുടർച്ചയായി 2 കേസുകളിൽ ഒരു ആശ്വാസം ഉണ്ടായിരിക്കുന്നു. ആദ്യത്തെ കേസിൽ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള തീരുമാനം ഹൈക്കോടതിയിൽ നിന്ന് വരുമ്പോൾ ഇപ്പോൾ രണ്ടാമത്തെ ബലാത്സംഗ പരാതിയിൽ ഇപ്പോൾ മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സജീഷാണ് വിവരങ്ങളുമായുള്ളത്. സജീഷ്, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ മുൻകൂർ ജാമ്യം രണ്ടാമത്തെ കേസിൽ ലഭിച്ചിരിക്കുന്നു. പക്ഷേ കൂടുതൽ വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് SIT റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നത്. എന്താണ് കോടതിയിൽ നടന്നത്? സ്മൃതി, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരപ്രകാരം ഉപാധികളോടെയാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചതെന്നാണ്. ഈ ഉപാധികൾ എന്താണെന്ന കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും സ്ഥിരീകരണമായിട്ടില്ല. ഏതായാലും തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഇപ്പോൾ രണ്ടാമത്തെ ബലാത്സംഗ കേസിലും രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ അന്വേഷണ സംഘം കൂടുതൽ ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ടായിരുന്നു. അത് സംബന്ധിച്ച് കോടതിയുടെ ഭാഗത്ത് എന്തെങ്കിലും തീരുമാനമുണ്ടായ എന്ന കാര്യത്തിലും ഇപ്പോഴും വ്യക്തതയില്ല. ഏതായാലും ഉപാധികളോടെയാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യം നൽകിയിരിക്കുന്നത്. നേരത്തെ ആദ്യ പരാതിയിലും രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നെങ്കിലും ഇപ്പോൾ 13 ദിവസമായിട്ട് ഒളിവിലുള്ള രാഹുലിന് ഇപ്പോൾ താൽക്കാലികമായിട്ടെങ്കിലും ആശ്വാസമാണ്. ഇപ്പോൾ ആദ്യ പരാതിയിൽ മുൻകൂർ ജാമ്യം പരിഗണിക്കാനിരിക്കുന്നേയുള്ളൂ. അതിലിപ്പോൾ അറസ്റ്റ് പാടില്ല എന്ന ഉത്തരവ് കോടതിയിൽ നിന്നുണ്ടാവുകയാണ് ചെയ്തത്. അത് വിശദമായി 15-ന് പരിഗണിക്കുമെന്നാണല്ലോ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ സെഷൻസ് കോടതിയിൽ നിന്നും ഈ ആശ്വാസ വാക്ക് രാഹുലിനെ സംബന്ധിച്ച് വരുമ്പോൾ വെളിച്ചത്തേക്ക് വരുമോ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ള ചോദ്യം കൂടി വരികയാണ്.